ഹേ ഗായ്സ്, ഇന്ന് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ 4ാം താലപ്പൊലിയാണ്. അപ്പോൾ ഒന്ന് പോവാമെന്ന് കരുതി. ഞങ്ങൾ വന്നപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. തിരക്കൊക്കെ ഒന്ന് ആയി വരുന്നുണ്ടായിരുന്നുള്ളൂ. 5:30 ആയപ്പോൾ നല്ല തിരക്കുണ്ടായി, നിൽക്കാനും കൂടെ സ്ഥലമില്ലാണ്ടായി. ഇത് കണ്ടിരിക്കാൻ നല്ല രസമാണല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കണ്ടിരിക്കാനായിട്ട്. അവർ പച്ചക്കറി കഴുകുമൊന്നും ഇല്ലെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അങ്ങനെ ഒരു കപ്പലണ്ടിയൊക്കെ മേടിച്ച് അവിടെ നിന്നു. കണ്ടോ, തിരക്കൊക്കെ നന്നായിട്ട് വന്നു കേട്ടോ. 5:30 ആയപ്പോൾ ശേഷം അങ്ങനെ ഞങ്ങൾ കുറേ നടന്ന് ഇങ്ങനത്തെ ഒരു ബാഗിൻ്റെ ഒരു ഇത് കണ്ടു. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അധികം പൈസ ഉണ്ടായിരുന്നില്ല കേട്ടോ, ഒരു 80 രൂപയേ ആയുള്ളൂ. അങ്ങനെ ഞാൻ മൈലാഞ്ചി ഇട്ടു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇടാനായിട്ട്. ഞാനിതിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഇതിട്ടിട്ട് കൈ നന്നായിട്ട് തടിച്ച് പൊങ്ങണയൊക്കെ. അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി. ഗൈസ്, അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നേരെ ഇങ്ങാടേക്ക് നടന്നു. എൻ്റെ സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടുകൊണ്ടാണ് കേട്ടോ. ഞാൻ ഇതിൽ കയറാമെന്നും പറഞ്ഞാണ് വന്നത്. പക്ഷേ ഇതിന് നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഞങ്ങൾ കരുതി ഇതിൽ കയറാമെന്ന്. ഇതിലും നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇടക്കിട്ടങ്ങാട് കയറി. എൻ്റെ പൊന്നോ, ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ലൈഫിൽ ഞാൻ ചെയ്തിട്ടില്ല. എന്ത് കൂവലാണ് ആൾക്കാർ. ഇതങ്ങാട് മുകളിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ നെഞ്ചങ്ങാട് തണുത്തുപോയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂർ നഗരം തന്നെ കാണാമായിരുന്നു സത്യം പറഞ്ഞു. അവിടെ നോക്കുമ്പോൾ ഭയങ്കര ഛർദ്ദിക്കാൻ വരലും എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. തല ഭയങ്കര കറക്കുമായിരുന്നു കേട്ടോ. എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു ആൺകൊച്ചിന് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തലയൊക്കെ കുനിഞ്ഞൊക്കെയാണ് ഇരുന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക.